ഹലോ ഹായ് അസ്സാം വലൈക്കും. അപ്പോൾ ഇന്നത്തെ റെസിപ്പി രണ്ട് തരത്തിലുള്ള ഫ്രൈഡ് റൈസാണ് കാണിച്ചു തരാൻ പോകുന്നത്. അപ്പോൾ ഇത് കുറച്ച് ഹെൽത്തി ആയിട്ടുള്ള ഫ്രൈഡ് റൈസാണ്. നമ്മൾ ഇതിൽ സോസും കാര്യങ്ങളൊന്നും ചേർക്കുന്നില്ല. പകരം ഈ കടല, ഉഴുന്ന് അങ്ങനത്തെ ഒക്കെ ഉണ്ടാവുമല്ലോ, അത് കുറച്ച് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. ഒന്ന് ഞാൻ ക്യാപ്സിക്കം വെച്ചിട്ടും ഒന്ന് മുരിങ്ങയില വെച്ചിട്ടുമാണ് ചെയ്യുന്നത്. അപ്പോൾ നോക്കിയാലോ, ആദ്യം തന്നെ ഒരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. അത്യാവശ്യം വലിപ്പമുള്ള പാനാണ്, ഒരാൾക്ക് കഴിക്കാനുള്ള അളവാണ് ഞാൻ പറയാൻ പോകുന്നത്. അപ്പോൾ ഇതിലേക്ക് 2 വറ്റൽമുളക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒരു 1/2 ടീസ്പൂണ് കുരുമുളക്, പൊടിച്ചതല്ല പൊടിക്കാത്തത് തന്നെ. പിന്നെ 1/2 ടീസ്പൂണ് കടുക്, 1/2 ടീസ്പൂണ് ഉലുവ, പിന്നെ വേണ്ടത് ജീരകം, ഒരു 1/4 ടീസ്പൂണ് ജീരകം. പിന്നെ വേണ്ടത് ഇതിലേക്ക് കുറച്ച് എള്ള്, ഒരു 1/2 ടീസ്പൂണോളം എള്ള്, വെളുത്ത എള്ള് വേണം. പിന്നെ വേണ്ടത് ഒരു പിടി കടല, 1 ടീസ്പൂണോളം ഉണ്ടാവും. കടല വേണം, വറുത്തതോ വറുക്കാത്തതോ ഏത് വേണമെങ്കിലും എടുക്കുക. പിന്നെ ഇതിലേക്ക് 1 ടീസ്പൂണോളം ഗ്രേറ്റഡ് കോക്കനട്ട് ചേർക്കുന്നുണ്ട്. ഞാനിവിടെ ഡെസിക്കേറ്റഡ് കോക്കനട്ടാണ് ചേർക്കുന്നത്. നിങ്ങൾക്ക് നല്ല ഫ്രഷ് ആയിട്ടുള്ളതിനെ ചേർക്കുക. ആവശ്യത്തിന് ഉപ്പ്, കുറച്ച് കറിവേപ്പില. ഇത് ഉപ്പ് തന്നെയാണ് രണ്ടാമത് ഇട്ടത്. ഉപ്പ് ആവശ്യത്തിന് നോക്കിയിട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ ഞാൻ ഓൾറെഡി വേവിച്ച് വെച്ചിട്ടുണ്ട് അരി. ഞാൻ ബസ്മതി റൈസാണ് എടുത്തത്. അപ്പോൾ അത് ഒരു കപ്പോളം വേവിച്ച് വെച്ചിട്ടുണ്ട്. 2 ചോറിനും കൂടിയിട്ട് 1 കപ്പ് മതിയാവും. അപ്പോൾ അരി കുഴപ്പമില്ല, നിങ്ങൾക്ക് നോക്കിയിട്ട് എടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ബസ്മതിക്ക് പകരം പച്ചരി വേണമെങ്കിലും എടുക്കുക. അപ്പോൾ അത് ഞാൻ നന്നായിട്ട് വേവിച്ച് അവിടെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കുക. വെളിച്ചെണ്ണ ആയാലും നല്ലത്. ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത് നല്ലെണ്ണയാണ്. അപ്പോൾ നല്ലെണ്ണയാകുമ്പോൾ കുറച്ചുകൂടി നല്ലൊരു ഫ്ലേവർ കിട്ടും. പിന്നെ ഇതിലേക്ക് ഒരു മുറി ഉള്ളി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു പീസ് ഇഞ്ചി, ഒരു പീസ് വെളുത്തുള്ളിയും കുറച്ച് നീളത്തിലരിഞ്ഞതും കൂടി ചേർക്കുന്നുണ്ട്. ക്രഷ് ചെയ്തിട്ടിട്ടുണ്ട്, ഇതുപോലെ അങ്ങ് കട്ട് ചെയ്തിട്ടിട്ട് കൊടുക്കുക. പിന്നെ കുറച്ച് പച്ചമുളക് എരിവില്ലാത്തതുകൊണ്ട് തന്നെ കുറച്ച് അധികം ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ക്യാപ്സിക്കം 1 കപ്പോളം ഇടുക. കുറച്ച് അധികം ഇഷ്ടമാണെങ്കിൽ കുറച്ച് അധികം ഇടുക. അത്ര ഇഷ്ടമില്ലാത്തവരാണെങ്കിൽ കുറച്ച് കുറക്കാം, അത്രയേ ഉള്ളൂ. അപ്പോൾ ഇതൊക്കെ ഇട്ടിട്ട് ഒന്ന് വഴറ്റിയതിന് ശേഷം ഇതിലേക്ക് നേരത്തെ മാറ്റി വെച്ചിരിക്കുന്ന വറുത്ത് വെച്ച സംഭവം ഉണ്ടല്ലോ, അത് നന്നായിട്ട് പൊടിച്ചിട്ട് അങ്ങ് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഇതാണ് നമ്മുടെ മസാല. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സോസൊന്നും ചേർക്കുന്നില്ല. ഇനിയിപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ ഉപ്പ് നോക്കിയിട്ട് ചോറിട്ടതിന് ശേഷം ഇടുക. ഞാൻ ഓൾറെഡി ചോറിൽ ഉപ്പിട്ടിട്ടാണ് വേവിച്ച് വെച്ചിരിക്കുന്നത്. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കുക. എന്നിട്ട് ചോറിൽ ഈ ഒരു മസാല പിടിക്കുന്നത് വരെ ഒന്ന് മിക്സാക്കിയതിന് ശേഷം ഇതിലേക്ക് കുറച്ച് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് മല്ലിയിലയും കൂടി ഇട്ട് കൊടുത്തിട്ട് അടിച്ചു വെച്ചിട്ട് വേവിച്ചെടുക്കണ്ട. ഫ്ലെയിം ഓഫാക്കിയിട്ട് തന്നെ ഒന്ന് അടിച്ചു വെക്കുക. അപ്പോൾ പിന്നെ കറക്റ്റ് ചോറിലൊക്കെ ഒന്ന് പിടിച്ചോളും. എന്നിട്ട് ഇതിലേക്ക് കുറച്ച് ലെമണും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാനിതാ ഒരു 1/2 ലെമണാണ് ഒഴിച്ചു കൊടുക്കുന്നത്, ചെറിയ പീസ്. അപ്പോൾ അതും കൂടി ഒഴിച്ചതിന് ശേഷം നമുക്കിത് സെർവ് ചെയ്യാം. അപ്പോൾ ചൂടോടെ തന്നെ കഴിക്കുക. വേറെ ഒന്ന് സൈഡായിട്ടൊന്നും വേണ്ടി വരില്ല. അത്രയും ടേസ്റ്റാണ്. അധികം അൺഹെൽത്തി ഒന്നല്ലല്ലോ, ഹെൽത്തി ആയിട്ടുള്ള സംഭവമല്ലേ. കാരണം ഓയിലൊന്നും അങ്ങനെ യൂസ് ചെയ്യുന്നില്ല. പകരം വെളിച്ചെണ്ണയോ എള്ളെണ്ണ അങ്ങനത്തെ വേറെ എണ്ണകളൊക്കെ ഉണ്ടാവുമല്ലോ, അതൊക്കെ യൂസ് ചെയ്യുക. പിന്നെ വേറെ തരത്തിലുള്ള മുളകുകളോ സോസുകളോ ഒന്നും യൂസ് ചെയ്യുന്നില്ല. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. നെക്സ്റ്റ് ഇനി മുരിങ്ങ ഇലയുടെ ചോറുണ്ടാക്കാൻ നോക്കാം. അപ്പോൾ അതുപോലെ തന്നെ ഞാൻ പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. വെളിച്ചെണ്ണ ഒഴിക്കുക. അപ്പോൾ വെളിച്ചെണ്ണ 1-2 ടീസ്പൂണോളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആവശ്യത്തിന് വെളിച്ചെണ്ണ ഉണ്ടെങ്കിൽ നല്ലത്. ചോറ് മൊത്തം അതിലല്ലേ ആവുന്നത്. അപ്പോൾ ഇതിലേക്ക് ചൂടായി വരുന്ന സമയത്ത് കടുക് പൊടിച്ചതും കൂടി ചേർത്ത് കൊടുക്കുക. പിന്നെ വേണ്ടത് ഉലുവ 1 ടീസ്പൂണ്, 1/2 ടീസ്പൂണോളം ചേർത്ത് കൊടുക്കുക. പിന്നെ വറ്റൽമുളക് ഒരു 2 എണ്ണം. ഇത് പിന്നെ നമ്മൾ അരച്ചെടുക്കുമല്ലോ കേട്ടോ, പകരം ഇങ്ങനെ തന്നെ ചെയ്യുന്നത്. നേരത്തെ അരച്ചിട്ടല്ല ചെയ്തത്. പിന്നെ ഇതിലേക്ക് ജീരകം ചേർക്കുന്നുണ്ട്, ഒരു 1/4 ടീസ്പൂണോളം ജീരകം. ജീരകത്തിൻ്റെ ഫ്ലേവർ ഇഷ്ടമുള്ളവരാണെങ്കിൽ കുറച്ചധികമൊക്കെ ചേർക്കുക. ഇപ്പോൾ ജീരകം അധികം ഇങ്ങനെ കടിക്കണ്ടെന്ന് വിചാരിച്ചിട്ടാണ് കുറച്ച് ചേർത്തത്. പിന്നെ വെളുത്തുള്ളി ചേർത്തിട്ടുണ്ട്, ഒരു വെളുത്തുള്ളി നന്നായിട്ട് അരിഞ്ഞത്. പിന്നെ ഇതിലേക്ക് നേരത്തെ മാറ്റി വെച്ചിരിക്കുന്ന ഉള്ളി ഉണ്ടല്ലോ, ഒരു ഉള്ളിയാണ് ഞാൻ 2 ചോറിലേക്കും കൂടി എടുത്തത്. അതിൻ്റെ 1/2 അതും കൂടി ഇതിലേക്ക് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ നമ്മുടെ മസാല ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇതിൽ മഞ്ഞളും അങ്ങനത്തെ ഒന്നും ഇടുന്നില്ലല്ലോ. അപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ഇടാം, കളറൊക്കെ മാറ്റണം എന്നുള്ളവരുണ്ടെങ്കിൽ. പിന്നെ ഇതിലേക്ക് ഇത്തിരി പച്ചമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് ഒട്ടും എരിവില്ലാത്തതാണ്, അതുകൊണ്ടാണ് ഇത്രയും കാണുന്നത്. പിന്നെ ഇതിലേക്ക് മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ളത് നമ്മുടെ മുരിങ്ങയിലാണ്. അപ്പോൾ മുരിങ്ങയില ഒരു പിടി നിറയുണ്ട്. അപ്പോൾ ഇത് ഇട്ട് കൊടുത്തിട്ട് ഒന്നിങ്ങനെ വഴറ്റിയെടുക്കാൻ. അപ്പോൾ അതൊന്ന് കുഴഞ്ഞ് വന്നതിന് ശേഷം ഇതിലേക്ക്
തേങ്ങ ചേർത്ത് കൊടുക്കണം. അപ്പോൾ എൻ്റെ അടുത്ത് ഫ്രഷ് തേങ്ങയില്ല, അപ്പോൾ അതുകൊണ്ട് ഞാൻ ഡെസിക്കേറ്റഡ് കോക്കനട്ട് തന്നെ ഇവിടെ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഫ്രഷ് ആണെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. പ്രത്യേകിച്ച് മുരിങ്ങയില കറിയൊക്കെ വെക്കുമല്ലോ നമ്മൾ, അപ്പോൾ തേങ്ങേൻ്റെതും ഉപ്പേരിയൊക്കെ വെക്കുമ്പോൾ തേങ്ങ അല്ലേ ചേർത്ത് കൊടുക്കുക, അപ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഇതിലേക്ക് ബാക്കിയുള്ള ചോറും കൂടി ചേർക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരാൾക്ക് കഴിക്കാനുള്ള ചോറാണ് അളവിൽ കാണിക്കുന്നത്. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കണം. ഇതുപോലെ തന്നെ ഒരു 2 മിനിറ്റ് ഒന്ന് നന്നായിട്ട് മിക്സാക്കി കൊടുക്കുക. അപ്പോൾ നല്ല ടേസ്റ്റിയാണ് ഇത്. ഇങ്ങനെ തന്നെ കഴിച്ച് നോക്കുക, ഒന്ന് ചെയ്ത് നോക്കാം. പിന്നെ ജീരകം, കടുക് അങ്ങനത്തെ അതിൻ്റെ ഒക്കെ അളവൊന്നും കൂടിയും കുറഞ്ഞൊന്നും പോയാൽ കുഴപ്പമൊന്നുമില്ല, പക്ഷെ അധികം കൂടി പോകരുത്. അപ്പോൾ അളവ് ഞാൻ പറഞ്ഞല്ലോ 1/4 ടീസ്പൂൺ എന്നുള്ളത് 1/2 ടീസ്പൂണൊന്നും ആയാൽ ഒരു പ്രശ്നവുമില്ല. അപ്പോൾ ഒന്ന് ചെയ്ത് നോക്കണേ. അപ്പോൾ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് തരാൻ ഒട്ടും മറക്കരുത്. അതിന് ശേഷം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നെങ്കിൽ ഒന്ന് പോയി സബ്സ്ക്രൈബ് ചെയ്യണേ. പിന്നെ അതിന് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്യാം. അതിൽ 3 ഓപ്ഷൻ വരും. അതിൽ ഓൾ എന്ന ഓപ്ഷൻ വേണം പ്രസ് ചെയ്യാൻ. അപ്പോൾ ഞാൻ നെക്സ്റ്റ് ഇടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കും. അപ്പോൾ നെക്സ്റ്റ് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം കേട്ടോ. അതുവരേക്കും ടേക്ക് കെയർ ആൻഡ് ബൈ.